ആലുവ മൂന്നാർ റോഡ് നാലുവരി പാതയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പ്രദേശവാസികൾ, വ്യാപാരികൾ, കെട്ടിടമുടമകൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് ആക്ഷൻ കൗൺസിലിൽ അണിനിരക്കുന്നത്. സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആക്ഷൻ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു. AM റോഡ് നാലുവരിപ്പാതയാക്കുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരിക്കുന്ന അലൈൻമെന്റ് അശാസ്ത്രീയവും അപ്രായോഗികവുമാണെന്നാണ് ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായം. ഇത്തരം അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനാകൂവെന്നും കൗൺസിൽ വ്യക്തമാക്കി. അതോടൊപ്പം ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ സുതാര്യത പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ആലുവ മൂന്നാർ റോഡിന്റെ അപാകതകൾ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ വികസനത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ മേധാവികളെയെല്ലാം കിഫ്ബിയുടെയും PD-യുടെയും ഒക്കെ KRFയുടെ PD ഏറ്റവും ടോപ്പ് അവരെ പോയി കണ്ടും ഞങ്ങളിത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവിടുന്നൊക്കെ വന്ന് പരിശോധിക്കുകയും ഇത് തിരുത്തേണ്ടതാണെന്ന് അവർ തന്നെ നമ്മളോട് പറഞ്ഞ് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ട് തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥന്മാർ KRFയുടെ വന്ന് ചെക്ക് ചെയ്ത് പോയതിന് ശേഷവും അവർ പറഞ്ഞത് തീർച്ചയായും അപാകതകൾ പരിഹരിക്കേണ്ടതാണെന്നാണ്. പക്ഷെ കിഫ്ബി ഇതൊന്നും അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കിഫ്ബി കെട്ടിയിറക്കിയ ഒരു സംഭവമൊന്നുമല്ലല്ലോ. ഈ കേരളത്തിലെ സാമൂഹിക ഘടനയൊക്കെ അനുസരിച്ച് വേണം ഇത്തരം സംവിധാനങ്ങൾ കൊണ്ടുപോകാൻ. അത് പൊതുസമൂഹത്തെയും ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇത് എത്ര നാളുകൊണ്ട്, എത്ര ദിവസം കൊണ്ട്, അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും? ഞങ്ങൾക്കറിയണം. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം എന്തെന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥ ഞങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് വലിയൊരു യോഗം ചേർന്നു പബ്ലിക് ഹിയറിംഗിൽ. അതിൽ ഞങ്ങൾ ചോദിച്ചതിന് അവർക്ക് വ്യക്തമായ ഒരു മറുപടിയും തരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്ന്, ഒരു സെന്റ് ഭൂമിക്ക് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് എന്ത് തരാൻ കഴിയും? അവർക്കതിന് വ്യക്തമായ ഒരു മറുപടിയില്ല. അതേപോലെ തന്നെ ഏത് തരത്തിലുള്ള റോഡിന്റെ സംവിധാനങ്ങൾ വരുന്നു, എത്ര ഇഞ്ച് അല്ലെങ്കിൽ എത്ര ഹൈറ്റ് അതിന്റെ മാറ്റം വരുത്തുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. ഇതിനൊരു വ്യക്തമായ ധാരണ വേണം. കാരണം ഞങ്ങളുടെ മുന്നിൽ അപ്പുറം നാലുവരിപ്പാത കിടപ്പുണ്ട്. 30 കൊല്ലാവുകയാണ്. ഇതുവരെ അതിന് ഒരു പൂർത്തീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. യോഗത്തിൽ TJ ജോർജ് ചെയർമാനായും റിസ്വാൻ കോയ ജനറൽ സെക്രട്ടറിയായും അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് TJ ജോർജ്, AM മുഹമ്മദ്, MU അഷ്റഫ്, ഹംസ കൊട്ടാരം, എബി നെടുമ്പള്ളി, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, റിസ്വാൻ കോയ, PV സേവ്യർ, ബാബു എരുമല, C നാസർ, സിയാദ് പുത്തലത്ത്, MU റഫീഖ്, ലാൽ അപ്പക്കൽ, ഇജാസ് മണിയാട്ടുകൂടി, ബഷീർ KRS, രഞ്ജിനി രവി, NM നബീസ, ഷൈമി ഹംസ, സഫിയ മോൾ PH, ജോർജ് മാങ്കുഴ, മീരാൻ പൂങ്കുഴി, ഫെലിക്സ് ഒളിയപ്പാറ, ജോർജ് മാത്യു, ഹമീദ്, ഷമീർ പൊട്ടക്കൻ, മീരാൻ കലാപരമ്പിൽ തുടങ്ങിയവരാണ് മറ്റ് അംഗങ്ങൾ. പതിറ്റാണ്ടുകൾ കൊണ്ട് വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉയർന്നുവന്ന കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും റോഡിനു വേണ്ടി പൊളിച്ചു നീക്കേണ്ടി വരും. എന്നാൽ തങ്ങൾ റോഡിന് യാതൊരു കാരണവശാലും എതിരല്ല എന്നും ജനദ്രോഹപരമല്ലാത്ത വിധത്തിൽ ജനഹിതം അറിഞ്ഞു വേണം രൂപരേഖ തയ്യാറാക്കാനെന്നും സർക്കാർ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യക്തത വരുത്തി നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.